ശ്രീ ബൈജു തിട്ടാല, അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? കാരണം ഈ ഭരണം, നമുക്കറിയാം ഈ സംഭവം ഉണ്ടായത് ആ സമയത്തെ ഇന്ത്യ ഭരിച്ചിരുന്ന ആരാണ്? പിന്നീട് പല നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിരുന്നു. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ട്രംപുമായുള്ള ബന്ധം, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ സമീപകാലത്ത് ട്രംപ് സ്വീകരിക്കുന്ന പല നടപടികളും പകരച്ചുങ്കവുമായി ബന്ധപ്പെട്ടും മറ്റു പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും രാജ്യങ്ങളോട് കലഹിക്കുന്ന രീതിയുണ്ട്. പക്ഷേ ഭീകരവാദവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇന്ത്യയുടെ മാറിയ സമീപനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയായി ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള കൈമാറ്റങ്ങളെ താങ്കൾ വിലയിരുത്തുന്നുണ്ടോ? ഇതിനെ തീർച്ചയായും ഞാനൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ എന്നതിനേക്കാൾ ഉപരി ഞാൻ ഇതിനെ കാണുന്ന ഒരു ലീഗൽ ഫൈറ്റിന്റെ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അതായത് മജിസ്ട്രേറ്റ് കോർട്ട് മുതൽ സുപ്രീം കോർട്ട് വരെ പോയിട്ടും നിൽക്കാതെ അദ്ദേഹത്തിന്റെ അപ്പീല് അദ്ദേഹം പല ആപ്ലിക്കേഷൻസും കൊടുത്തിരുന്നു. എല്ലാ കോടതികളിലും കൊടുത്തു. എല്ലാ കോടതികളിലും അദ്ദേഹത്തിന്റെ ആപ്ലിക്കേഷൻ എക്സോസ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അത് മറ്റു മാർഗമില്ലാതെയാവുകയും അതിൽ നമ്മൾ ഇന്ത്യയിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുവരികയും ഇദ്ദേഹത്തിന്റെ ട്രയൽ ഫേസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇന്റർനാഷണൽ ടെററിസത്തിനെ കൺഫ്രണ്ട് ചെയ്യാൻ ആവശ്യമായ ഒരു നടപടിയാണ് എന്ന് കണ്ടുകൊണ്ട് മാത്രമേ നമുക്ക് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണമായിട്ട് നിങ്ങൾ ഒരുപക്ഷെ അറിയാമായിരിക്കും, ഈ ബ്രിട്ടനിൽ അബു ഖത്താഡ ഏതാണ്ട് 20 വർഷമാണ് അദ്ദേഹം UK ലീഗൽ ഫൈറ്റ് നടത്തിയത്. അപ്പോൾ ആ ലീഗൽ ഫൈറ്റ് നടത്തി അവസാനം ഗവൺമെന്റിന്റെ ഒരു പൊളിറ്റിക്കൽ വില്ലുണ്ടായിരുന്നു. ആ വില്ലോട് കൂടി തന്നെ എല്ലാ ലീഗൽ അവന്യൂസും കൊടുക്കുകയും ആ ലീഗൽ അവന്യൂസ് എല്ലാം എക്സ്പ്ലോർ ആയി കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തെ ഈ അബു ഖത്താഡെ അദ്ദേഹത്തിന്റെ രാജ്യത്തേക്ക് തിരിച്ചുവിടുകയും അവിടെ അദ്ദേഹം ട്രയൽ ഫേസ് ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇന്ത്യയിലും ഇത് ആ ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇറ്റ് ഈസ് എ സക്സസ് ഓഫ് എ ടീം. അതിനൊരു സംശയം എനിക്കില്ല. ഈ സാധാരണ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ഇപ്പം നമ്മുടെ ഇവിടെ ഈ ഇന്ത്യയിൽ നിന്നും ഓടി നടക്കുന്ന കുറേ ആളുകളൊക്കെ UK തന്നെ ഉണ്ടല്ലോ. അവരുടെയൊക്കെ ആപ്ലിക്കേഷനിൽ എപ്പോഴും വരുന്ന ഇവർ തിരിച്ചു ചെല്ലുമ്പോൾ പ്രോസിക്യൂഷൻ ഫേസ് ചെയ്യുമെന്നുള്ളതാണ് ഇവരുടെയൊക്കെ പല ആപ്ലിക്കേഷനും. അതായത് ഒരാളുടെ ഈ UK എക്സൈൽ കഴിയുന്ന ഒരാളുടെ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്തൊരു ജഡ്ജിയെ ഞാൻ ഒരിക്കലും മീറ്റിംഗിൽ വെച്ച് കണ്ടു. അദ്ദേഹം പോലും പറയുന്നത് ഇവരുടെയൊക്കെ ആപ്ലിക്കേഷന്റെ ബേസ് എന്ന് പറയുന്നത് തന്നെ ഇഫ് വി വേർ റിട്ടേൺ ബാക്ക് ടു ഇന്ത്യ വി വിൽ ബി പ്രോസിക്യൂട്ടഡ്. അതായത് ഇപ്പോൾ ഫെയർ ട്രയൽ നടക്കില്ല. അത് അങ്ങനെയല്ല. ഇന്ത്യയിൽ ഫെയർ ട്രയൽ നടക്കും. ഇത്രയും ഹൊറിഫിക് ഒഫൻസ് ആണ്. ഈ ഒഫൻസിന്റെ പല ഇൻവെസ്റ്റിഗേഷനും ട്രയലിലൂടെയും ആ ട്രയൽ പ്രൊസീജിയറിലൂടെ ഇതിന്റെ ബാക്കി കണ്ണികളെ ലിങ്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കൃത്യമായ ബോധ്യം അവിടുത്തെ ജുഡീഷ്യറിക്ക് ഉണ്ടായി. അതിനോടൊപ്പം തന്നെ അത് പൊളിറ്റിക്കലി എൻഡോഴ്സ് ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് മാത്രമേ എനിക്ക് ഈ കാണാൻ പറ്റുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഇതൊരു സക്സസ് തന്നെയാണ്. നമുക്കൊരിക്കലും ചെറുതായി കാണാൻ പറ്റില്ല. ലോകരാജ്യങ്ങളിലുള്ള ഇപ്പം നമ്മൾ ഈ മൊസാദിനെ പറ്റി പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിലുമൊക്കെ ഇതിൽ ലീഗൽ ഫൈറ്റും പൊളിറ്റിക്കൽ ഫൈറ്റും ഒരുപോലെ മുമ്പോട്ട് പോയ ഒരു പല സക്സസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സാഹചര്യത്തിലും ലീഗൽ ഫൈറ്റ് കൃത്യമായി അവിടെ നടന്നിരുന്നു. സ്വാഭാവികമായിട്ടും ഈ അമേരിക്ക പോലെയും ബ്രിട്ടൻ പോലെയും ഉള്ള രാജ്യങ്ങളിലൊക്കെ ലീഗൽ ആയിട്ടുള്ള എല്ലാ അവന്യൂസും എക്സോസ്റ്റ് ചെയ്ത് കഴിയാതെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കുന്നതിൽ സ്വാഭാവികമായിട്ടും ഈ ഡൊമസ്റ്റിക് അതായത് രാജ്യങ്ങൾ തന്നെ അതിൻ്റെതായ കോൺസിക്വൻസ് ഉണ്ടാകും. അത് ചലഞ്ച് ചെയ്യപ്പെടും. അതിനെ എല്ലാം കൃത്യമായി ഫോളോ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നത് എന്നും ഇന്ത്യയിൽ ഇദ്ദേഹത്തെ ഇൻവെസ്റ്റിഗേഷനിലൂടെ അതിന്റെ ട്രയൽ പ്രോസസ്സിലൂടെ, ഇൻവെസ്റ്റിഗേഷന് മുമ്പാണല്ലോ ട്രയൽ, അപ്പോൾ ആ ട്രയലിലൂടെ തന്നെ ഇതിന്റെ ബാക്കി കണ്ണികളെ കൃത്യമായി പിൻ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു മറ്റ് അവന്യൂസ് ഓപ്പൺ ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതോടൊപ്പം ഈ ട്രംപിന്റെ ഈ ആഗോള ഭീകരവാദത്തോടുള്ള സമീപനം കൂടി വളരെ പ്രധാനപ്പെട്ടൊന്നല്ലേ? നമുക്കറിയാം, നരേന്ദ്രമോദിയും ട്രംപുമായുള്ള ഇത്തരം വിഷയങ്ങളിലുള്ള ചർച്ചകൾ സംഭവിച്ചിരുന്നു. മറ്റു പല വിഷയങ്ങളിലും കടുപിടുത്തം നടത്തുമ്പോഴും ഈ ഭീകരവാദത്തോട് യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല എന്നുള്ള ട്രംപിൻ്റെ ഒരു നിലപാട് കൂടി മാറിയ അമേരിക്കയുടെ ഈ പറഞ്ഞതുപോലെ നേരത്തെയുള്ള അതിനേക്കാൾ കുറച്ചുകൂടി ശക്തമായ ഒരു നിലപാട് ഇത്തരം വിഷയങ്ങൾ സ്വീകരിക്കുന്നു എന്നതും ഇതിന് വളരെ പരമപ്രധാനമായ ഒന്നായി മാറിയിട്ടില്ലേ സാർ? ഞാൻ അതേ രീതിയിൽ തന്നെ റീഡ് ചെയ്യാൻ തയ്യാറില്ല. എൻ്റെ കാരണം റൊമേനിയയിൽ എനിക്കൊന്നൊരു ഏതാണ്ട് ഒരു മാസമായെന്ന് തോന്നുന്നു, വളരെ ഹൊറിഫിക് ആയിട്ടുള്ള റേപ്പ് കേസിലെ അക്യൂസ്ഡിനെ ഔട്ട് ഓഫ് ദ ബ്ലൂവിൽ ഇപ്പം പ്രോസിക്യൂഷനെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് അവരെ അമേരിക്കൻ സിറ്റിസൺ ആയിരുന്നു, അവരെ അമേരിക്കയിലേക്ക് തിരിച്ചു കൊണ്ടുപോയ ഒരു സംഭവം ഒരു റീസെന്റ് എനിക്കൊന്നൊരു ഒരു മാസമായി എന്നുള്ള കറക്റ്റ് ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഇതിലൊരു അതുപോലെ തന്നെ നമ്മളെ ഈ പാലസ്തീനിൽ നടക്കുന്നതോ ഗാസയിൽ നടക്കുന്നതോ അതുപോലെ നമ്മുടെ യുക്രൈനിൽ നടക്കുന്നതോ
അപ്പോൾ ഇതിലൊക്കെ കൃത്യമായി ഇത് ട്രംപിന്റെ ഒരു പൊളിറ്റിക്കൽ വില്ല് കൊണ്ടാണ് ഇത് നടന്നതെന്ന് ഞാനതേ രീതിയിൽ പൊളിറ്റിക്കലായി ഞാൻ അതിനെ കാണാൻ തയ്യാറില്ല. എസ്പെഷ്യലി ഒരു ലീഗൽ പേഴ്സണായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനതിൽ പൊളിറ്റിക്സ് എന്നതിനേക്കാൾ ഉപരി ഞാനതിൽ ലീഗലായ ആസ്പെക്റ്റാണ് കാണുന്നത്. അപ്പോൾ അതിൽ നമ്മളിപ്പം ഈ എല്ലാ ഹൊറിഫിക് ഒഫൻസുകളെയും ട്രംപ് നേരിൽ നിന്ന് അതിനോടൊരു കോംപ്രമൈസും ചെയ്യാത്ത ആളാണെങ്കിൽ അത് വലിയ വിവാദമായിരുന്നു. ഈ റൊമേനിയയിൽ നിന്ന് അവർ ജയിലിൽ കിടന്നവരാണ്. അതായത് ബെയിൽ പോലും കിട്ടാതെ, അതായത് ഫ്ലൈറ്റ് റിസ്ക് ഉണ്ട് എന്ന് കണ്ട് ബെയിൽ പോലും കിട്ടാതെ കസ്റ്റഡിയിൽ കിടന്നവരാണ്. അവരെയാണ് ഒരു ഔട്ട് ഓഫ് ദ ബ്ലൂവിൽ പ്രോസിക്യൂഷൻ കേസ് ഡ്രോപ്പ് ചെയ്യുന്നു, ഇവര് അമേരിക്കയിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പൊ അതിനെപ്പറ്റി ട്രംപിനോട് ചോദിച്ചപ്പോൾ മാധ്യമപ്രവർത്തകരോട് ട്രംപ് പറഞ്ഞത് എനിക്കിങ്ങനെ ആളിനെ പറ്റി അറിയില്ല എന്നുള്ളതാണ്. മറിച്ച് സകല ലോക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് കോണ്ടെക്സ്റ്റിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇതിലെ ഒരു ക്രുസൈഡാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ടെററിസത്തിനെ എതിർക്കുക തന്നെ വേണം, അത് എതിർക്കുകയുമുണ്ട്. അപ്പൊ അതിൽ ഇദ്ദേഹം ട്രംപിന്റെ ഒരു പ്രത്യേക ബെനിഫിറ്റ് കൊണ്ടാണ് ഇദ്ദേഹം തിരിച്ചു വന്നതെന്ന് വിശ്വസിക്കാൻ ഞാൻ അല്പം ഐ മേ കൺസീഡ്, ബട്ട് എനിക്ക് അതിനോട് ഫുൾ എക്സ്റ്റെന്റിൽ അതിനോട് അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് പ്രായോഗികമായി ബുദ്ധിമുട്ട്. ശരി, ശ്രീ ഡോക്ടർ